തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ള പ്രതിസന്ധി തുടരുകയാണ്. 25 വാർഡുകളിലാണ് ജലവിതരണം തടസ്സപ്പെട്ടിരിക്കുന്നത്. നാളെ വരെ പൂർണ്ണമായും ജലവിതരണം മുടങ്ങുമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. അമ്പലമുക്കിൽ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ്. സാന്ത്വന സാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാന്ത്വന, വലിയ പ്രതിസന്ധിയാണ്, കുടിവെള്ളത്തിന്റെ കാര്യമാണ് നമുക്കറിയാം. ബദൽ മാർഗമായി കോർപ്പറേഷൻ കുടിവെള്ളം എത്തിക്കുന്നുണ്ട്, പക്ഷേ അപ്പോഴും പ്രതിസന്ധി ബാക്കിയാണ്. അറ്റകുറ്റപ്പണികൾ എപ്പോഴേക്ക് പൂർത്തിയാകും? സാധാരണ നിലയിലേക്ക് എപ്പോൾ വരുമെന്നാണ് കരുതുന്നത്? വാട്ടർ അതോറിറ്റി അറിയിക്കുന്നത് എന്താണ് സാന്ത്വന? ശ്രുതി, റിജിത്ത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അമ്പലമുക്കിൽ പൈപ്പ് പൊട്ടിയ ആ ഭാഗത്താണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം അമ്പലമുക്ക് ജംഗ്ഷനാണ്. നമ്മൾ നിൽക്കുന്ന ഇത് പ്രധാന റോഡാണ്. തിരുവനന്തപുരം കവടിയാർ ഭാഗത്ത് നിന്ന് പേരൂർക്കട ഭാഗത്തേക്ക് പോകുന്ന പ്രധാന റോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഭാഗത്താണ് 14-ാം തീയതി ഏതാണ്ട് വൈകുന്നേരം ഒരു 4:30 തന്നെ ആ പൈപ്പ് പൊട്ടിയത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ശുദ്ധജലം, കുടിവെള്ളം കൊണ്ടുപോകുന്ന 900 mm പൈപ്പാണ്. ആ പൈപ്പിലാണ് പൊട്ടുകയും ചോർച്ച കണ്ടെത്തുകയും ചെയ്തത്. അന്ന് വൈകുന്നേരം മുതൽക്ക് തന്നെ പണി ആരംഭിച്ചിട്ടുണ്ട്. 4 ദിവസം വെള്ളം ഭാഗികമായി, അതായത് നാളെ വരെ വെള്ളം പൂർണ്ണമായും മുടങ്ങും. 23-ാം തീയതി വരെ ഭാഗികമായും ജലവിതരണം മുടങ്ങും എന്നുള്ള കാര്യം തന്നെയാണ് വാട്ടർ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 25 വാർഡുകളിൽ ആണ്, കോർപ്പറേഷനിലെ തന്നെ 25 വാർഡുകളിൽ പൂർണ്ണമായും തന്നെ ജലവിതരണം മുടങ്ങും എന്നുള്ള കാര്യം തന്നെയാണ് വാട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പണി പുരോഗമിക്കുകയാണ്. അത് എപ്പോൾ പണി തീരുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നിലവിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, അത്രയും വലിയ പൈപ്പാണ്. അത് ഇതുപോലൊരു പ്രധാനപ്പെട്ട നഗരത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് പ്രധാനപ്പെട്ട ഒരു റോഡിൽ പൈപ്പ് പൊട്ടുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. കുറച്ചുകൂടി കഴിയുമ്പോൾ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഇവിടെ നേരിടാറുണ്ട്. അന്ന് പൈപ്പ് പൊട്ടിയ ദിവസവും അത്തരത്തിൽ തന്നെയായിരുന്നു. എന്തായാലും കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട ബദൽ സംവിധാനങ്ങളൊക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട്. വെള്ളം വേണ്ടവർക്ക് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വിളിച്ചറിയിക്കുകയാണെങ്കിൽ ബദൽ സംവിധാനം അല്ലെങ്കിൽ കോർപ്പറേഷന്റെ തന്നെ കുടിവെള്ള ടാങ്കറിൽ വെള്ളം എത്തിച്ചു കൊടുക്കുകയും ഒക്കെ തന്നെയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. അറ്റകുറ്റപ്പണികൾ വേഗത്തിലാക്കുന്നുണ്ട്, സാധ്യമായ തരത്തിലെല്ലാം നടപടികൾ വേഗത്തിലാക്കുന്നുണ്ട്. കുടിവെള്ള പ്രതിസന്ധി ഉണ്ട് എന്നത് പ്രധാനമാണ്. ബദൽ സംവിധാനം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഒരുക്കുന്നുമുണ്ട്.